ഹായ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ അതുപോലെ തന്നെ മോളിക്കുലർ ബേസിസ് ഈ രണ്ട് ചാപ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സയന്റിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ആയിട്ട് നമുക്കൊരു തലവേദന എടുക്കുന്ന കേസാണ് അല്ലെ. സോ അതിലുള്ള എല്ലാ സയന്റിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷൻസും എന്തൊക്കെയാണ് നമുക്ക് വേഗം ഒന്ന് പഠിച്ചു തീർത്താലോ. യെസ്, ഫസ്റ്റ് നമ്മുടെ ജെനറ്റിക്സിന്റെ പിതാവ് തന്നെ അവിടെ നിന്ന് തുടങ്ങാം അല്ലെ. ഗ്രിഗർ മെന്റൽ, പുള്ളിക്കാരനാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് നമ്മുടെ പീ പ്ലാന്റിൽ ക്രോസ് ഒക്കെ ചെയ്ത് പഠിച്ചത് പുള്ളിക്കാരനാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആളാണ് ഡീവ്രീസും കൊറൻസും വോൺ ഷെർമാർക്കും. ഇവരാണ് മെന്റേലിയൻ പ്രിൻസിപ്പിൾ ആദ്യമായിട്ട് റീഡിസ്കവർ ചെയ്തത്. ഓക്കെ, മെന്റേലിയൻ പ്രിൻസിപ്പിൾസ് ഒക്കെ ഒരു പൊടിയടിച്ച് കിടക്കുകയെന്ന് അറിയാലോ. അത് പിന്നീട് റീഡിസ്കവർ ചെയ്തെടുത്തത് ഈ മൂന്ന് പേർ ചേർന്നിട്ടാണ്. അടുത്തതാണ് സട്ടണും ബോവറിയും ചേർന്നിട്ടാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് കൊണ്ടുവരുന്നത്. ടി എച്ച് മോർഗൻ ആണ് ഈ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് നമ്മുടെ ഫ്രൂട്ട് ഫ്ലൈയിലെ ഡ്രോസോഫില്ല അതിനെ തെളിയിച്ചത് ഈ പറയുന്ന മോർഗൻ ആണ്. അടുത്തത് ആൽഫ്രഡ് സ്റ്റുവർട്ട് വെന്റ് ആണ് ജീൻ മാപ്പിംഗ് കണ്ടെത്തുന്നത്. ടി എച്ച് മോർഗന്റെ സ്റ്റുഡന്റ് കൂടിയായിരുന്നു ആൽഫ്രഡ് സ്റ്റുവർട്ട് വെന്റ്. അടുത്തത് ഹെങ്കിങ്, എക്സ് ബോഡീസ്, നമ്മൾ എക്സ് ക്രോമസോമിലെ എക്സ് ബോഡീസ് ഉണ്ടല്ലോ, അത് കണ്ടെത്തിയത് ഹെങ്കിങ് ആണ്. ഗ്രാസ് ഹോപ്പറിന്റെ സ്പേമുകളെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോഴാണ് അദ്ദേഹം എക്സ് ബോഡീസിനെ കണ്ടെത്തിയത്. അടുത്തത് ഫ്രെഡറിക് മേഷർ ആണ്. അയാളാണ് ന്യൂക്ലീൻ എന്ന് പറയുന്നത് കണ്ടെത്തിയത്. ന്യൂക്ലീൻ അതാണ് പിന്നെ DNA കണ്ടുപിടുത്തത്തിലേക്ക് ലീഡ് ചെയ്തത്. ഫ്രെഡറിക് മേഷർ ആണ് ന്യൂക്ലീനെ കണ്ടെത്തിയത്. അടുത്തത് വാട്സണും ക്രിക്കും കൂടി ചേർന്നിട്ടാണ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA കണ്ടെത്തുന്നത്. നമ്മൾ ആദ്യമേ പഠിക്കുന്നതാണ് അല്ലെ, വട്ടനും ക്രിക്കനും എന്നൊക്കെ പറഞ്ഞിട്ട്. വാട്സണും ക്രിക്കും കൂടി ചേർന്നിട്ടാണ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ കണ്ടെത്തിയത്. അടുത്തത് ചർഗാഫ് റൂൾ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് അഡിനിൻ ടു തൈമിൻ ആൻഡ് ഗ്വാനിൻ ടു സൈറ്റോസിൻ റേഷ്യോ ഓൾവേസ് കോൺസ്റ്റന്റും ഈക്വൽ ടു 1 ആണ്. ആ ചർഗാഫ് റൂൾ കൊണ്ടുവരുന്നത് അദ്ദേഹമാണ്. അടുത്തത് ഫ്രാൻസിസ് ക്രിക്ക്, സെൻട്രൽ ഡോഗ്മ എന്ന വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അല്ലെ. ആ സെൻട്രൽ ഡോഗ്മ DNA നിന്നും പ്രോട്ടീനിലേക്ക് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് സെൻട്രൽ ഡോഗ്മ. അത് കണ്ടെത്തിയത് ഫ്രാൻസിസ് ക്രിക്ക് ആണ്. അടുത്തത് പ്രധാനപ്പെട്ട ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ്, അതിലൂടെയാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിനെ നമ്മൾ കണ്ടെത്തിയത്. അപ്പൊ ഗ്രിഫിത്ത് ആണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിനെ കണ്ടെത്തിയത്. നെക്സ്റ്റ് ആവറി, മെക്ലിയോഡ് ആൻഡ് മെക്കാർട്ടി, ഇവര് മൂന്നും ചേർന്നിട്ടാണ് ആ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ DNA ആണ് എന്ന് നമുക്ക് കൺഫേം ചെയ്ത് തന്നത്. അടുത്തത് ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റിലൂടെയാണ് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ലോകം അംഗീകരിച്ച എക്സ്പെരിമെന്റ്. ബാക്ടീരിയോഫേജിനെ ഉപയോഗിച്ച് അവർ നടത്തിയ എക്സ്പെരിമെന്റ് ആണ്, ലോകം അംഗീകരിച്ചു. ആ എക്സ്പെരിമെന്റിലൂടെ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന്. അടുത്തത് മിസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ് ആണ് സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷൻ നമുക്ക് പ്രൂവ് ചെയ്ത് തന്നത്. ഓക്കെ, സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷൻ പ്രൂവ് ചെയ്തത് മിസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ് ആണ്. അടുത്ത അതേ സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ ചെടിയിൽ, അതായത് ഫിഷിയ ഫേബ എന്ന് പറയുന്ന ഫേബ ബീൻസ് ചെടിയിൽ അത് പ്രൂവ് ചെയ്തത് ടൈലറിന്റെ കൂട്ടുകാർ, എറ്റാളെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെയുള്ള സയന്റിസ്റ്റുകൾ എന്നാണ്. അപ്പൊ ടൈലറും കൂട്ടുകാരും കൂടി ചേർന്നിട്ടാണ് സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷൻ പ്ലാന്റ്സിൽ എന്നോ യൂകാരിയോട്ടിൽ തെളിയിച്ചതെന്നോ നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്ത ജോർജ് ഗാമോവ് ആണ് ജനറ്റിക് കോഡ് കൊണ്ടുവന്നത്. ജനറ്റിക് കോഡ് കണ്ടുപിടിച്ചത് ആരാണ്? ജോർജ് ഗാമോവ് ആണ്. ഓക്കെ. അടുത്തത് ഹർഗോവിന്ദ് ഖൊറാനയാണ് RNA സിന്തസൈസ് ചെയ്യാനുള്ള മെത്തഡോളജി, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ RNA സിന്തസൈസ് ചെയ്യാനുള്ള മെത്തഡോളജി കണ്ടുപിടിച്ചത് ഹർഗോവിന്ദ് ഖൊറാനയാണ്. അടുത്ത ജേക്കബും മൊണോഡും, മറക്കാൻ ഒരിക്കലും പറ്റില്ല, ലാക്കോപ്രോൺ കണ്ടെത്തിയത് ആരാണ്? ജേക്കബും മൊണോഡും കൂടി ചേർന്നിട്ടാണ്. അടുത്തത് നമ്മുടെ സ്വന്തം ഫിംഗർ പ്രിന്റിംഗ് കണ്ടുപിടിച്ചത് അലക്സ് ജെഫ്രി. ഓക്കെ, അലക്സ് ജെഫ്രി ആണ് DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടെത്തിയത്. സോ ഇത്രയുമാണ് ഈ രണ്ട് ചാപ്റ്റേഴ്സിലെ സയന്റിസ്റ്റുകൾ. എല്ലാവരും കൂട്ടത്തോടെ എത്തിയിരിക്കുകയാണ്. സോ ഈ 2 ചാപ്റ്റേഴ്സിലാണ് സയന്റിസ്റ്റുകളുടെ പേര് അധികമായിട്ടുള്ളത്. സോ ഈ സയന്റിസ്റ്റുകളുടെ എല്ലാം കോൺട്രിബ്യൂഷൻസും അവരുടെ റിമാർക്കബിൾ പോയിന്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. എക്സാമിന് ചോദിച്ചാൽ മണിയായിട്ട് എഴുതുക കേട്ടോ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.